അപ്പം നമ്മുടെ അമ്മായി ഒച്ച ഉണ്ടാക്കല്ലേ, ഞങ്ങളിവിടെ ഒരു എപ്പിസോഡ് ഉണ്ടാക്കുന്ന. ഓക്കെ. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ദ ന്യൂ എപ്പിസോഡ് ഓഫ് ഗസാലി ടിപ്സ്. ഗസാലി ടിപ്സിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഭക്ഷണമാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. നമ്മുടെ ചാനലിൽ ഇടയ്ക്കിടയ്ക്ക് തനത് മലബാർ സ്റ്റൈലുള്ള അല്ലെങ്കിൽ തനത് വയനാടൻ ഭക്ഷണങ്ങൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിരുന്നു. നമ്മുടെ വയനാട് ജില്ലയിലുണ്ടാകുന്ന കല്യാണങ്ങൾക്കുള്ള കാല് പുഴുങ്ങിയ ഒരു എപ്പിസോഡ്, കല്യാണ എപ്പിസോഡൊക്കെ നമ്മൾ ചെയ്തിരുന്നു. ആ സമയത്ത് നമ്മുടെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ആവശ്യപ്പെട്ടൊരു കാര്യമുണ്ട്. വയനാട്ടിൽ പ്രത്യേകിച്ച് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്ന ചില ഭക്ഷണങ്ങൾ കൂടെ പരിചയപ്പെടുത്താൻ ഒരാവശ്യം ഉണ്ടായിരുന്നു. ആ ആവശ്യങ്ങളൊക്കെ പരിഗണിച്ച് ഇന്ന് നമ്മൾ ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു ഐറ്റം പരീക്ഷിക്കുകയാണ്. ഇപ്പോൾ നമ്മളുള്ളത് എൻ്റെ ജ്യേഷ്ഠൻ്റെ മൂത്ത സഹോദരൻ്റെ വീട്ടിലാണ്. ഇന്ന് നമ്മൾ എല്ലാ സഹോദരങ്ങളും മക്കളൊക്കെ ഒരുമിച്ച് കൂടുന്നതുകൊണ്ട് ഒരു ചെറിയൊരു സ്പെഷ്യൽ വെക്കാമെന്ന് നമ്മൾ വിചാരിച്ചു. എൻ്റെ ഭാഗമായിട്ട് കുറച്ച് കാടയും ചിക്കനൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. സ്പെഷ്യൽ അതൊന്നുമല്ല, നമ്മുടെ സ്പെഷ്യൽ ഇന്ന് കോഴിയട എന്ന് പറയുന്ന ഒരു ഐറ്റം നമ്മൾ ഉണ്ടാക്കുന്നത്. കോഴിയട എന്ന് പറയുന്നത് വടക്കേ വയനാട്ടിൽ, അതോടൊപ്പം നമ്മുടെ കുറ്റിയാടി, പേരാമ്പ്ര, തലശ്ശേരി വരെയുള്ള ഭാഗങ്ങളിൽ നോമ്പുകാല സ്പെഷ്യലാണ്. ഒരു ഇഫ്താർ സ്പെഷ്യൽ ഐറ്റമാണ് ഈ കോഴിയട എന്ന് പറയുന്ന സാധനം. അപ്പോൾ കോഴിയട എന്നുള്ളത് രണ്ട് വിഭാഗമുണ്ട്. ഒന്ന് പൊരിച്ചുണ്ടാക്കുന്ന ഒരു പലഹാരം, ഒരു ചായക്കടി എന്നൊക്കെ പറയില്ല, ആ രൂപത്തിൽ ഒരു കോഴിയട ഉണ്ടാവാറുണ്ട്. മറ്റൊന്ന് മസാല ചേർത്ത് നമുക്ക് കഴിക്കാൻ, നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ പ്രാതലിന് കഴിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ കാപ്പി എന്നൊക്കെ നമ്മൾ തെക്കൻ ജില്ലയിൽ പറയാറുണ്ട്, കാപ്പിക്ക് കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന ഒരു ഐറ്റമാണ് കോഴിയട. ആ കോഴിയടയാണ് ഇന്നത്തെ ഗസാലി ടിപ്സിൽ നിങ്ങളുമായിട്ട് നമ്മൾ പങ്കുവെക്കുന്നത്. അതുകൊണ്ട് കോഴിയട എന്നുള്ളത് ഒറ്റയടിക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റം അല്ല. ഈ മടിയന്മാരായ വീട്ടമ്മമാർക്കൊന്നും പറഞ്ഞ പരിപാടിയേ അല്ല ഈ കോഴിയട. പല ഘട്ടങ്ങളിലായിട്ട്, 2-3 ഘട്ടങ്ങളിലായിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ഐറ്റമാണ് കോഴിയട. അതുകൊണ്ട് കോഴിയടയുടെ വിവിധ ഘട്ടങ്ങളാണ് ഇന്നത്തെ ഗസാലി ടിപ്സിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. അപ്പോൾ നമ്മുടെ കോഴിവടക്ക് വേണ്ടി പ്രധാനപ്പെട്ട 2 വിഭവങ്ങളാണ്. ഒന്ന് അതിലേക്ക് കൂട്ടാനുള്ള മസാല, മറ്റൊന്ന് അരി അരച്ചതാണ്. ഇതാണ് നമ്മുടെ മസാല റെഡിയാണ്. ഇത് തുടക്കം മുതൽ കാണിക്കേണ്ടിയിരുന്നു, പക്ഷേ ആ സമയത്ത് നമ്മളിവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ എനിവേ ഈ മസാലയിലുള്ള പ്രധാനപ്പെട്ട കൂട്ടുകൾ, ഒന്ന് നമ്മുടെ ഇറച്ചിയാണ്. ഇറച്ചി നന്നായി വേവിച്ച് അതിന് ശേഷം അത് ചെറുതായിട്ട് മിക്സിയിലിട്ട് ചെറുതായിട്ടൊന്ന് അരക്കുക. അതൊന്ന് നമ്മൾ പറയാറുണ്ടല്ലോ, നന്നായിട്ട് വേവിച്ചിട്ട് ചെറുതായിട്ട് ഒരൊറ്റ അരക്കലിന് അരക്കുക ചെയ്യാം. അതോടൊപ്പം കുറച്ച് തേങ്ങ അരക്കുക. അതിനുശേഷം നമ്മൾ ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച്, വെളിച്ചെണ്ണയിൽ അല്പം സവാള, അതിൽ പച്ചമുളക്, അതോടൊപ്പം കറിവേപ്പില ഇതിട്ട് വാട്ടിയതിന് ശേഷം നമ്മുടെ ഇറച്ചി അതിലേക്ക് നമ്മൾ മിക്സ് ചെയ്യാം. അങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്താൽ ഇതുപോലെ നന്നായിട്ട് എന്താ പറയുക, നല്ല ഇത് കഴിക്കാൻ തന്നെ ഭയങ്കര ടേസ്റ്റാണ്, അടിപൊളിയാണ്. അപ്പോൾ അങ്ങനെ ആ പരുവത്തിലേക്ക് നന്നായിട്ട് വാടി വന്നാൽ ഇത് പ്രത്യേകം ഇറക്കി വെക്കുക. എന്നിട്ട് നമ്മുടെ മാവാണ് ഇനി വേണ്ടത്, അരിമാവാണ്. അരിമാവ് എടുത്തിട്ട് എന്താ വെച്ചാൽ, അപ്പോൾ ഇതാണ് നമ്മുടെ അരി. ഇത് ഏതാണ്ടൊക്കെ പോലെ ചുട്ട് പകുതി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നമ്മുടെ വീഡിയോ ചെയ്യാൻ വേണ്ടി കുറച്ച് അരി എടുത്താണ്. ഇത് നമ്മുടെ ഈ പുഴുങ്ങലരി അല്ലെങ്കിൽ മൂടരി എന്നൊക്കെ പറയുന്ന പുഴുക്കലരി, അതാണ് പുഴുങ്ങലരി. ആ അരി നന്നായിട്ട് 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് അരിപ്പൊടി വെച്ചിട്ട് ഇതുപോലെ കുഴച്ചെടുക്കാം, അല്ലെങ്കിൽ അരിയാണെങ്കിൽ വെള്ളത്തിലിട്ട് അത് മിക്സിയിലോ ഗ്രൈൻഡറിലോ ഇട്ട് നന്നായിട്ട് അരച്ച്, അത് നന്നായിട്ട് അരച്ച് അത് ഇതുപോലെ കുറച്ച് മുറുക്കിയെടുക്കുക. തുണിയിലൊക്കെ ഇട്ട് മുറുക്കിയെടുത്ത് ഇങ്ങനെ പരുവത്തിലാക്കി നമ്മൾ എടുക്കണം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇത് എങ്ങനെയാണ് ഇതിൻ്റെ അകത്തേക്ക് നമ്മുടെ മസാല നിറക്കുക എന്നുള്ളതാണ് നമ്മൾ കാണാൻ പോകുന്നത്. നമ്മൾ എങ്ങനെയാണ് ഈ മസാലയിലേക്ക് നിറക്കുക എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അല്പം അരിമാവ് നമ്മളെടുത്തു. ഇതുപോലെ നമ്മൾ നന്നായിട്ട് ഉരുട്ടിയെടുക്കുകയാണ്. ഇത് നന്നായിട്ട് ഉരുണ്ടെന്ന് നമ്മൾ ഉറപ്പ് വരുത്തുക. എന്നിട്ട് ഇത് ചെറുതായിട്ടൊന്ന് പരത്തുക. അത് നമ്മുടെ ഇഷ്ടം പോലെ നമുക്ക് പരത്താൻ പറ്റും. കുറച്ച് പരന്ന് വന്നാൽ ഇതുപോലെ കൈ കൊണ്ട് തന്നെ, കണ്ടില്ലേ,
ഇതുപോലെ ഇതാ ഈ മോഡലിൽ ആയി കിട്ടും. ഇങ്ങനെ ആയി കിട്ടിയാൽ ഇതിലേക്ക് അല്പം മസാല, കുറച്ചെടുത്ത് മസാല അതിലേക്ക് അകത്തേക്ക് വെക്കുന്നു. എന്നിട്ട് നമ്മൾ ലോക്ക് ചെയ്യും. അപ്പോൾ ഇതാണ് നമ്മുടെ കോഴിയട. ഇങ്ങനെയാണ് നിർമ്മിക്കുക. ഇത് കുറച്ചും കൂടെ ഇനി വേവിക്കലും കൂടെ നമുക്ക് കാണാം. ഇത് കുറച്ചും കൂടെ വലുതായിട്ടൊരു കൊമ്പനട എന്ന് പറയുന്ന ഒരു ഐറ്റം ഉണ്ട്. അത് ഇതേപോലെ തന്നെ മാവുണ്ടാക്കി കുറച്ചും കൂടെ വലുപ്പത്തിലാണ് ഇതിൻ്റെ അട ഉണ്ടാക്കുക. അതിൻ്റെ അകത്ത് തേങ്ങയും പഞ്ചസാരയും നിറച്ച് ഒരു കൊമ്പനട എന്ന് പറയുന്ന ഒരു മധുരമുള്ള ഐറ്റം കൂടെ ഉണ്ടാക്കാറുണ്ട്. എനിവേ ഇത് നമ്മുടെ കോഴിയടയാണ്. ഇത് നമുക്ക് കുറച്ച് വേഗത്തിൽ ബാക്കിയുള്ളത് കൂടെ നിറച്ച് നമുക്ക് അടുത്ത പ്രോസസ്സിലേക്ക് നീങ്ങാം. എനിവേ ഇങ്ങനെയാണ് നമ്മൾ പിന്നെ കോഴിവട നിറക്കുന്നത്. ഇനി അടുത്ത ഘട്ടം നമുക്ക് പോകാം. അപ്പോൾ നമ്മൾ അടുത്ത ഘട്ടം എന്ന് പറയുന്നത് നമ്മളെ പിന്നെ ഇപ്പോൾ ഉണ്ടാക്കിയ കോഴിവട ഉണ്ടില്ലേ, അതിന് അടുപ്പത്ത് വെച്ച് അതൊന്ന് വേവിക്കണം. കാരണം അരി പച്ചമാവാണ്, ഇറച്ചി വന്നിട്ടുണ്ട്, പക്ഷേ നമ്മുടെ മാവ് അരി പച്ചയാണ്. അപ്പോൾ അത് വേവിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെയുള്ള അപ്പച്ചെമ്പ് എന്നാണ് നമ്മുടെ ഭാഗത്തൊക്കെ പറയുക. ഇങ്ങോട്ട് വാ ഇതാ വേണ്ടില്ലേ. അപ്പോൾ ഇത് മോഡലുള്ള അപ്പച്ചെമ്പിൽ വെച്ചിട്ട് നമ്മൾ വളരെ വൃത്തിയിൽ പടച്ചാണ്. ഇത് അടക്കാൻ പറ്റുന്നില്ല. അത് തുറന്ന് കുടുങ്ങിയോ? ഇല്ല. അപ്പോൾ ഇതുപോലെ അപ്പച്ചെമ്പിൽ വെച്ച് ഇത് എത്രയാണോ നമ്മൾ അതിൽ വെക്കുന്ന ക്വാണ്ടിറ്റി അതിനനുസരിച്ച് നമ്മുടെ സമയം ഏതാണ്ട് ഒരു 10-20 മിനിറ്റ് വെച്ചാൽ തന്നെ അത് വേവും. പിന്നെ വെന്തെന്ന് ഉറപ്പായിട്ടുള്ളതാണ് അടുത്തുള്ള ഘട്ടം. അപ്പോൾ നമുക്ക് 20 മിനിറ്റ് കഴിഞ്ഞിട്ട് അടുത്ത ഘട്ടത്തിലേക്ക് പ്രവേശിക്കാം. അപ്പോൾ നമ്മളെ കോഴിയട വേവിച്ചിട്ട് ഇതിലുണ്ട്. ഇങ്ങോട്ട് വാ, കാണിച്ചു തരാം. നല്ല പൊക്കിയാൽ ഇതാ വെന്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവും. ഇതിങ്ങനെ തന്നെ വേണമെങ്കിൽ നമുക്ക് കഴിക്കാം, കാരണം ഇത് ഓൾറെഡി വന്നിട്ടുണ്ട്. പക്ഷേ ഇതിന് ഒരു സംഗതി കൂടെ ബാക്കിയുണ്ട്. ഇതിന് വറവിടുക എന്ന് പറയും. ഇതിന് മസാല ചേർത്ത് ഒരു വറവിടുന്നൊരു പ്രക്രിയ കൂടെ ബാക്കിയുണ്ട്. ഇനി അവസാന ഘട്ടം അങ്ങനെയാണ്. അതിൻ്റെ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ വറവിടാനുള്ള ഒരുക്കത്തിലാണ്. നമ്മുടെ പാത്രം ഇവിടെ ഗ്യാസ്മിൽ വെച്ചിട്ടുണ്ട്. പാത്രം നന്നായിട്ട് ഉണങ്ങിക്കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ ശകലം വെളിച്ചെണ്ണ ഒഴിക്കും. വെളിച്ചെണ്ണ വെച്ചോ. അപ്പോൾ അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. കുറച്ച് നമുക്ക് കുറച്ചേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് വെളിച്ചെണ്ണ നമ്മൾ പൈൽ വെച്ചു. ഇനി അടുത്ത ഇതിൻ്റെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതിലേക്ക് എന്താ ഇടുക? ഇതിലേക്ക് കുറച്ച് സവാള ഇത് ലൈവായിട്ട് ഇങ്ങനെ അപ്പോൾ അതിൽ സവാള സ്ലൈസായിട്ട് പറ്റ ചെറുതായിട്ട് ക്രോസ് കട്ട് ചെയ്തിട്ട് അതിലേക്ക് ഇട്ട് അതിൽ കുറച്ച് കറിവേപ്പില കൂടെ നമ്മൾ ഇടാൻ പോവുകയാണ്. കറിവേപ്പില ഇട്ട് ഇനി ഒരു കയ്യിലെടുക്കും. അപ്പോൾ കറിവേപ്പില അതിലിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ കയ്യിലെടുത്ത് ചെറുതായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തു. നന്നായിട്ട് മൂത്ത് വന്നാൽ നമ്മളിതിലേക്ക് നമ്മൾ ഇന്നുണ്ടാക്കുന്നത് കോഴിവട ബീഫ് കൊണ്ടാണ്. ഇതിന് കോമൺ ആയിട്ട് പേര് വന്നത് കോഴിയട എന്നുള്ളൊരു പേര് വന്നതാണ്. പണ്ട് ഇത് കോഴിയിൽ ഉണ്ടാക്കിയത് കൊണ്ടായിരിക്കാം ഇത് കോഴിയട എന്ന് പേര് വന്നത്. ഇത് ബീഫിലാണ് സാധാരണ പൊതുവേ നമ്മളൊക്കെ ഉണ്ടാക്കാറുള്ളത്. അതൊരു കോയ എന്ന് പറയുന്ന ആളുണ്ടാക്കിയ വട ആയതുകൊണ്ട് കോയട എന്ന് പറഞ്ഞത് അങ്ങനെയും പറയപ്പെടുന്നുണ്ട്. അപ്പോൾ എനിവേ നമ്മൾ ഇന്നുണ്ടാക്കുന്നത് ബീഫിലുള്ള കോയട എന്ന് പറയുന്ന ഐറ്റമാണ്. ഇത് നന്നായിട്ട് മൂത്ത് വന്നാൽ നമ്മൾ മുമ്പ് വേവിച്ച ബീഫ് അത് നമ്മൾ അതിലേക്ക് ഇടുന്നു. ശരിയാണ്.
അപ്പോൾ നമ്മൾ അവിടെ പിന്നെ ഇറച്ചി അതിലേക്ക് ഇട്ട് ഇനി കുറച്ച് തേങ്ങാപ്പാൽ അതിലേക്ക് ഒഴിക്കണം. തേങ്ങാപ്പാലല്ല, തേങ്ങ അരച്ചിട്ട് അതിലേക്ക് ഒഴിച്ചാണ്. ഇപ്പോഴത്തെ നമ്മുടെ കാട ഇങ്ങനെ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമ്മളിപ്പോൾ തേങ്ങ വെച്ചിട്ടുണ്ട്. ഇനി ചെറുതായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ പിന്നെ വെന്ത കോഴിയാട്ട മസാല ഇടാതെ ഇതുപോലെ കഴിക്കാൻ പറ്റുന്നുണ്ടോ? നല്ല ടേസ്റ്റാണ്. പക്ഷെ നമ്മളവിടെ പ്രിപ്പയർ ചെയ്ത ഈ മസാലയൊക്കെ ചേർക്കുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് ആവും. നമ്മുടെ കോഴിയാട്ട നമ്മുടെ മസാലയിലേക്ക് മിക്സ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതാണ് കോഴിയാട്ട പ്രിപ്പയർ ചെയ്യുമ്പോഴുള്ള ലാസ്റ്റ് സ്റ്റെപ്പ്. ഇത് നമ്മൾ മസാലയിലേക്ക് നമ്മൾ മിക്സ് ചെയ്തു. ഇനി അത് നന്നായിട്ട് ഇളക്കി ഇതുപോലെ നല്ലോണം ഇളക്കി ഒന്ന് തിളച്ചാൽ നമ്മുടെ സ്വാദിഷ്ടമായ നമ്മുടെ കോഴിയട റെഡി എന്നാണ് നമുക്ക് പറയാൻ പറ്റുക. ഇനി നല്ല പ്ലേറ്റിലേക്ക് വിളമ്പി നല്ല വിശപ്പ് ഉണ്ടാകുന്ന സമയത്ത് കൈയും കഴുകി നല്ലൊരു കൈക്കിൽ കൂടെ കഴിച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇന്നത്തെ ഗസാലി ട്രിപ്സ് തൽക്കാലം നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ ഇത് നമ്മുടെ കോഴിയടയാണ്, വയനാടൻ ഐറ്റം. അപ്പോൾ നമ്മുടെ വയനാട്ടിലേക്കൊക്കെ വരുന്നവർ ബന്ധപ്പെടുകയാണെങ്കിൽ ഇതുപോലെ സ്വാദിഷ്ടമായിട്ടുള്ള കോഴിയടയൊക്കെ നമുക്ക് ഒരുമിച്ച് കഴിക്കാം. അപ്പോൾ ഇത് മൊത്തത്തിൽ ഞങ്ങൾ ഉണ്ടാക്കിയ കബ്സ നെയ്ച്ചോറൊക്കെ അതിൻ്റെ കൂട്ടത്തിൽ ഞങ്ങൾ കാണിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലൂടെ കഴിഞ്ഞു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ, ഈ ഒരു ഐറ്റം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ വീട്ടിലൊന്ന് പരീക്ഷിച്ച് നോക്കുക. സോ ബൈ.